CPIM കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ തളിപ്പറമ്പിൽ നടക്കുകയാണ്. ജനുവരി 31 വൈകുന്നേരം 6 മണിക്ക് പൊതുസമ്മേളന നഗരിയായ ഉണ്ടപ്പറമ്പിലെ പ്രത്യേകം തയ്യാറാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ TK ഗോവിന്ദൻ മാസ്റ്റർ പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളന നടപടികൾ ആരംഭിക്കും. സമ്മേളന നഗരിയിലേക്ക് ഉയർത്താനുള്ള പതാക കരിവള്ളൂർ രക്തസാക്ഷി സ്മാരകത്തിൽ നിന്നും സഖാവ് P. ജയരാജൻ്റെ നേതൃത്വത്തിൽ അത്ലറ്റുകൾ റിലേയായി കൊണ്ടുവരും. പതാക ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് P. കരുണാകരനാണ്. കൊടിമര ജാഥ കാവുമ്പായി രക്തസാക്ഷി സ്മാരകത്തിൽ നിന്നും EP. ജയരാജൻ ഉദ്ഘാടനം ചെയ്യുകയും TV. രാജേഷിൻ്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. 3 ദീപശിഖകളാണ് സമ്മേളന നഗരിയിലേക്ക് ദീപശിഖ തെളിയിക്കാൻ വേണ്ടി എത്തിച്ചേരുന്നത്. ഒന്ന്, ധീര രക്തസാക്ഷി ധീരജിൻ്റെ സ്മാരകത്തിൽ നിന്നും സഖാവ് വത്സൻ പനോളിയുടെ നേതൃത്വത്തിൽ ദീപശിഖ ജാഥ ആരംഭിക്കുകയും സഖാവ് PK ശ്രീമതി ടീച്ചർ ജാഥ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. മറ്റൊന്ന്, ജോസ് ദാമോദരൻ രക്തസാക്ഷികളുടെ സ്മാരകത്തിൽ നിന്ന് അവിങ്ങും പൊയിലിൽ ദീപശിഖ ജാഥ KK ശൈല ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. സഖാവ് V. ശിവദാസൻ അതിന് നേതൃത്വം കൊടുക്കും. പന്നിയൂര് രക്തസാക്ഷി P. കൃഷ്ണൻ്റെ സ്മാരകത്തിൽ നിന്ന് സഖാവ് N. ചന്ദ്രൻ നയിക്കുന്ന ദീപശിഖ ജാഥ CPIMൻ്റെ ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യും. ഈ 3 ദീപശിഖ ജാഥകളും പതാക ജാഥയോടൊപ്പവും കൊടിമര ജാഥയോടൊപ്പവും ചേർന്ന് തളിപ്പറമ്പ് പട്ടണത്തിലേക്ക് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒന്നിച്ച് ജാഥയായി വരികയാണ് ചെയ്യുക. 1-ാം തീയതി രാവിലെ 9:30 സമ്മേളനം ആരംഭിക്കും. CPIM PB അംഗവും കേരള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ PB അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദൻ മാസ്റ്റർ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PK ശ്രീമതി ടീച്ചർ, EP ജയരാജൻ, AK ബാലൻ, KK ശൈല ടീച്ചർ, എളമര കരീം, K രാധാകൃഷ്ണൻ, P സതീദേവി, CS സുജാത, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KK ജയചന്ദ്രൻ, ആനാവൂർ നാഗപ്പൻ, M സ്വരാജ് എന്നിവരും പങ്കെടുക്കും. ജനുവരി 31 വൈകുന്നേരം 6 മണിക്ക് പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. 3-ാം തീയതി വൈകുന്നേരം പൊതുസമ്മേളനം ആരംഭിക്കും. ആ പൊതുസമ്മേളനത്തിൽ ഭാഗമായി തളിപ്പറമ്പിൽ നടക്കുന്നത് വളണ്ടിയർ പരേഡ് മാത്രമാണ്. ബഹുജനങ്ങളുടെ പ്രകടനം ഒഴിവാക്കുകയാണ് ചെയ്തത്. തളിപ്പറമ്പ് വളരെയേറെ ഗതാഗത കുരുക്കുള്ള പട്ടണങ്ങളിലൊന്നാണ്. എല്ലായിടത്തും ഗതാഗത കുരുക്ക്, വാഹന പെരുപ്പം മൂലം ഉണ്ടായി വരികയാണ്. അപ്പോൾ ഒരു ഭാഗം പൂർണ്ണമായി ഗതാഗതത്തിന് വിട്ടുകൊടുക്കണമെന്നതുകൊണ്ടാണ് വളണ്ടിയർ പരേഡ് മാത്രമാക്കി മാറ്റുന്നത്. ബഹുജനങ്ങളോടെല്ലാം പൊതുസമ്മേളന നഗരിയിലെത്താനാണ് ആവശ്യപ്പെടുന്നത്. സമ്മേളനത്തിൻ്റെ ഭാഗമായി നിരവധി അനുബന്ധ പരിപാടികളാണ് നടന്നത്. കരിവള്ളൂർ രക്തസാക്ഷി ദിനമായ ഡിസംബർ 20 ആരംഭിച്ചതാണ്. സ്വാതന്ത്ര്യസമര സേനാനികളുടെയും രക്തസാക്ഷികളുടെയും കുടുംബാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു തുടക്കം. റിപ്പബ്ലിക് ദിനമായിട്ടുള്ള ജനുവരി 26
നടത്തിയ ജനകീയ ശുചീകരണ പ്രവർത്തനത്തോടെ അനുബന്ധ പരിപാടികൾ സമാപിക്കുകയുണ്ടായി. 36 പരിപാടികൾ തളിപ്പറമ്പിൽ മാത്രം നടക്കുകയുണ്ടായി. വിമുക്ത ഭടന്മാരുടെ ആദരവും പഴയകാല പോരാളികളുടെ കൂട്ടായ്മയും ജനകീയ സംവാദ സദസ്സും കുടുംബശ്രീ ഹരിതകർമ്മസേന സംഗമവും നിർമ്മിത ബുദ്ധിയെ പരിചയപ്പെടാം എന്ന ക്ലാസിനെ അടിസ്ഥാനമാക്കി കുട്ടികളുടെ ഒത്തുകൂടലും എഴുത്തുകാരുടെ സംഗമവും യൂത്ത് ബ്രിഗേഡ്, IRPC, ദയ, ആശ്രയ തുടങ്ങിയ സന്നദ്ധ സേവന പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെയും സ്ഥാപനങ്ങളിലെയും വളണ്ടിയർമാരെ ആദരിക്കുന്നതും കലാ കായിക പ്രതിഭാ സംഗമവും പ്രൊഫഷണൽ മീറ്റും മെഗാ തിരുവാതിരയും ഒപ്പനയും മാർഗം കളിയും കലാകായിക മത്സര പരിപാടികളും ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് ജനകീയ പങ്കാളിത്തത്തോടുകൂടി നടന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ആദ്യമായിട്ടാണ് വിമുക്ത ഭടന്മാരെ ആദരിക്കുന്നത്. അതിലെല്ലാമായി 1963 പേരാണ് പങ്കെടുത്തത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ആ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ശ്രദ്ധേയമായത്. നിർമ്മിത ബുദ്ധിയെ പരിചയപ്പെടുത്തുന്ന ക്ലാസ് അത് പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ്. അതിൻ്റെ നല്ല വശവും അത് സൃഷ്ടിക്കുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ ജില്ലയിലെ 236 ലോക്കൽ കേന്ദ്രങ്ങളിലും ആ പരിപാടി നടക്കുകയുണ്ടായി. സമ്പൂർണ്ണ ശുചിത്വമാക്കി കേരളത്തെ മാറ്റാൻ വേണ്ടി LDF സർക്കാർ പരിപാടി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടി റിപ്പബ്ലിക് ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അതിലെല്ലാമായി ഏതാണ്ട് 443 കിലോമീറ്റർ ദൂരമുള്ള റോഡുകളുടെ ഇരുഭാഗവും 20,000 പേർ അണിനിരന്നുകൊണ്ട് ശുചീകരിക്കുകയുണ്ടായി. അത്തരം പരിപാടി നടത്തുന്നതിനിടയിൽ റോഡരികിലുള്ള ചില വീട്ടുകാർ ഈ പരിപാടിയുമായി പൂർണ്ണമായി സഹകരിച്ചു. അവരും ആ ശുചീകരണ പ്രവർത്തനങ്ങളിൽ അണിചേർന്നു. ഒരിടത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകത, ഈ സേവന പ്രവർത്തനം നടത്തുന്നവർക്ക് ആ വീട്ടിലവർ പ്രാഥമികമായി രാവിലത്തെ ഭക്ഷണം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങളും വർഗഭോജന സംഘടനാ അംഗങ്ങളുമുള്ള ഒരു യൂണിറ്റാണ് കണ്ണൂരിലേത്. കണ്ണൂരിൽ 4421 ബ്രാഞ്ചുകളും 249 ലോക്കൽ കമ്മിറ്റികളും 18 ഏരിയ കമ്മിറ്റികളുമാണ് ഉള്ളത്, ഘടകങ്ങൾ എന്ന നിലയിൽ. ഇതിലെല്ലാമായി 65,550 അംഗങ്ങളുണ്ട്. 3 വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ 6 ലോക്കൽ കമ്മിറ്റികളും 174 ബ്രാഞ്ചുകളും 3862 പാർട്ടി അംഗങ്ങളുമാണ് വർദ്ധിച്ചത്. 1,36,275 അംഗങ്ങൾ 7 പ്രധാനപ്പെട്ട വർഗഭോജന സംഘടനകളിൽ പുതുതായി ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ വർഗഭോജന സംഘടനകളിൽ 29,51,370 അംഗങ്ങളുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റമുണ്ടായത് വനിതാ പാർട്ടി അംഗങ്ങളിലാണ്. ആകെയുള്ള പാർട്ടി അംഗങ്ങളുടെ 32.99% കണ്ണൂർ ജില്ലയിൽ വനിതകളാണ്. അത് 3 വർഷത്തിനിടയിൽ 5% വർധനവാണ്. 2 ലോക്കൽ സെക്രട്ടറിമാരും 242 ബ്രാഞ്ച് സെക്രട്ടറിമാരും വനിതകളാണ്. ആദിവാസി പുനരധിവാസ ഗ്രാമമായ ആറളം ഫാമിൽ
അവിടെയുള്ള പാർട്ടി അംഗങ്ങളുടെ 47% വനിതകളാണ്. ഏതാണ്ട് പകുതിയോളം സ്ത്രീകൾ ആദിവാസി ഫാമിൽ CPIMൻ്റെ പാർട്ടി അംഗങ്ങളിൽ പകുതി ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ജില്ലാ സമ്മേളനം അംഗീകരിച്ച പ്രധാന കടമകളിൽ ഒന്നായിരുന്നു ഗ്രന്ഥാലയങ്ങളില്ലാത്ത വാർഡുകളിൽ ഗ്രന്ഥാലയങ്ങൾ പുതുതായി ആരംഭിക്കണമെന്നത്. ഈ 3 വർഷത്തിനിടയിൽ 418 ഗ്രന്ഥാലയങ്ങളാണ് ആരംഭിച്ചത്. അതോടെ മുഴുവൻ വാർഡുകളിലും ഗ്രന്ഥാലയങ്ങളുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും 37 ജില്ലയിലുണ്ടായി. ധർമ്മടം അസംബ്ലി മണ്ഡലത്തിൽ മുഴുവൻ വാർഡുകളിലും ഇപ്പോൾ ലൈബ്രറികൾ ഉണ്ട്. ചില ഏരിയകളിൽ പൂർണ്ണമായി എല്ലാ വാർഡുകളിലും ഗ്രന്ഥാലയങ്ങൾ സ്ഥാപിക്കാൻ ഈ പീപ്പിൾസ് മിഷന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം വഴി സാധിച്ചിട്ടുണ്ട്. ഇനി ജില്ലയിൽ 292 വാർഡുകളിൽ ഗ്രന്ഥാലയങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞാൽ സമ്പൂർണ്ണ ഗ്രന്ഥാലയ ജില്ലയായി ഈ കണ്ണൂർ മാറും. ഇപ്പോൾ തന്നെ ആകെയുള്ള വാർഡുകളേക്കാൾ കൂടുതൽ ഗ്രന്ഥാലയങ്ങൾ കണ്ണൂരിലുണ്ട്. 1545 ആകെയുള്ള വാർഡുകൾ. 1628 ഗ്രന്ഥാലയങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതിന് കാരണം ഒരു വാർഡിൽ തന്നെ ഒന്നിലേറെ ഗ്രന്ഥാലയങ്ങൾ ഉള്ളതുകൊണ്ടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥാലയങ്ങൾ കണ്ണൂരിലാണുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി എന്നതിനെക്കുറിച്ച് പാർട്ടി നേരത്തെ തന്നെ വിശദമായിട്ടുള്ളൊരു പരിശോധന നടത്തിയതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പും മറ്റു തെരഞ്ഞെടുപ്പുകളും തമ്മിൽ ജനങ്ങൾ പൊതുവിൽ വ്യത്യസ്തമായി കാണുന്ന രീതിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും 50% വോട്ടും സീറ്റും തദ്ദേശ സ്ഥാപനങ്ങളും വാർഡുകളും ജയിച്ച ഇടതുപക്ഷത്തിന് കണ്ണൂർ ജില്ല ഉൾക്കൊള്ളുന്ന 3 ലോക്സഭാ മണ്ഡലങ്ങളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയത് ഭരണപരവും രാഷ്ട്രീയപരവും സംഘടനാപരവുമായ പാളിച്ചകൾ ഉണ്ടായി എന്നാണ്. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നിരവധിയാണ്. അന്ന് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച ഭാവി കടമകളിൽ നിർദ്ദേശിക്കപ്പെട്ട പല കാര്യങ്ങളും ജില്ലയിൽ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തിയ ഞാൻ നേരത്തെ വിവരിച്ച വിവിധങ്ങളായ പരിപാടികൾ. ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കുക എന്നത് പ്രധാനമാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും വേണം. അതാണ് പാർട്ടി ഈ സമ്മേളനത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വിഷയമാക്കുക. വിമർശനത്തെയും സ്വയം വിമർശനത്തെയും അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയാണ് ഉണ്ടാവുക. രാഷ്ട്രീയവും സംഘടനാപരവുമായ ചർച്ചകൾ സമ്മേളനത്തിൽ ഉണ്ടാവും. എന്നിട്ട് കുറ്റമറ്റ ഒരു നേതൃത്വത്തെ ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കുകയും പുതിയ ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുക്കുകയും ഉയർന്നു വരുന്ന ചർച്ചകളിലെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അഭിപ്രായങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള ഭാവി കർമ്മ പദ്ധതികൾ തയ്യാറാക്കുകയുമാണ് സമ്മേളനം ചെയ്യുക. ഇത്തരത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ജനാധിപത്യപരമായ രീതിയിൽ 3 വർഷം കൂടുമ്പോൾ സമ്മേളനം നടത്തുന്ന ഒരു പതിവ് CPIM തുടർച്ചയായി നടത്തി വരികയാണ്. അടിയന്തരാവസ്ഥയിൽ സമ്മേളനം നടത്താൻ കഴിയാതിരുന്ന ആ കാലത്ത് ഒരു പാർട്ടി കോൺഗ്രസും അതിൻ്റെ അനുബന്ധമായ സമ്മേളനവും നടത്താൻ കഴിയാതിരുന്നത് മാത്രമാണ് ഉണ്ടായത്. അതിന് കാരണം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് എല്ലാ ജനാധിപത്യ അവകാശങ്ങളും കവർന്നെടുത്ത് കമ്മ്യൂണിസ്റ്റുകാരെയെല്ലാം ജയിലിലടച്ച്
അങ്ങനെ ഭരിച്ചതിനെ തുടർന്നാണ്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് എല്ലാ കാലത്തും സമ്മേളനങ്ങൾ നടത്തുകയും ചർച്ചകൾ നടത്തുകയും വിമർശനവും സ്വയം വിമർശനവും നടത്തുകയും കോട്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും നേട്ടങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയുമാണ് CPIM ചെയ്യാറ്. തീർച്ചയായും ഈ പരിപാടി വിജയിപ്പിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഫെബ്രുവരി 3-നാണ് റെഡ് വളണ്ടിയർ പരേഡ് 2:30 മണിക്ക് തളിപ്പറമ്പിൽ 2 കേന്ദ്രങ്ങളിൽ നിന്നായി ആരംഭിക്കുന്നത്. ആ പരേഡ് പൊതുസമ്മേളന നഗരിയിൽ എത്തിയാൽ പൊതുസമ്മേളനം ആരംഭിക്കുകയും ചെയ്യും. ആ പരിപാടികളിലെല്ലാം ജനങ്ങളെല്ലാം അണിനിരക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അവിടെ 1-ാം തീയതി നമ്മൾ CMന്റെ പരിപാടിയും കാര്യമായതുകൊണ്ട് 1-ന് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് അത് പിന്നീട് പറയാം. അല്ല അതെ അത് നോക്കാം, അതിൻ്റെ സമയക്രമം. കാരണം 1-ന് റിപ്പോർട്ട് അവതരണത്തിൻ്റെ തിരക്കും ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നതുമായിട്ടുള്ള സമയം നോക്കാതെ ഏതാണ്. 2-നും 3-നും എന്തായാലും വേണമെന്നുള്ള അഭിപ്രായം. 1-ാം തീയതി CMന്റെ ഉദ്ഘാടന പ്രസംഗം തന്നെ നല്ലതുപോലെ കൊടുക്കാനുണ്ടാവും. അപ്പം നിങ്ങളെല്ലാവരും 1-ാം തീയതിത്തെ ഉദ്ഘാടന സമയത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അവിടെയുള്ള പ്രാദേശിക ലേഖകന്മാരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് നിങ്ങളെല്ലാം കൂടി വന്നാൽ അത് നന്നായിരുന്നു എന്നാണ് തോന്നുന്നത്. KKN പരിയാര സ്മാരക ഹാൾ. ആ ഹാൾ ഈ അടുത്ത കാലത്ത് ഉണ്ടപ്പറം അത് CM, അത് ഉണ്ടപ്പറമ്പിലാണ്. അത് മാത്രമേ അവിടെയൊക്കെ കേന്ദ്രീകരിക്കാൻ ഒരു ഇടവുള്ളൂ. അവിടെ പിന്നെ ഈ പോകുന്നവരെ ഉണ്ടാവുള്ളൂ.